അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വണ്ടറി വൈബ്സ്. അപ്പൊ ഞങ്ങളിപ്പോ മഞ്ചേരിന്ന് ചട്ടിച്ചോറും കഴിച്ച് വന്നിരിക്കണ വഴിയാണ്. എന്താ പൊന്ന പെട്ടി പൊട്ടിച്ചാൽ തന്നെ അതന്നെ പപ്പ പറയുന്നതേ. അപ്പൊ നമ്മള് വീട്ടിലെത്തിയപ്പോ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പൊ കരുതി ചൂടോടെ വീഡിയോ എടുക്കാൻ. കണ്ടോ, ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേരിന്ന് വന്നിട്ട് ഷെബൊന്നും വണ്ടിയിൽ നിന്ന് കൂടി ഇറങ്ങിയിട്ടില്ല കേട്ടോ. ആരാണ് വണ്ടിയിൽ ഇരിക്കണേ? മുതലാളിയോ? ആരാപ്പം വണ്ടിയിൽ ഇരിക്കണേ? മുതലാളിയോ? ഷെബ് ചൂടോടെ വീഡിയോ എടുക്കല്ലേ? ആരപ്പം മുതലാളി? എടി ഈ കൊതുക് അടിച്ചാലേ ഇത്. ഓ എൻ്റെ പൊന്നാ, സെറ്റാണോ വണ്ടിയിലിരിക്കുക? അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യട്ടെ. അനക്ക് വേൾഡ് ടൂർ പോലെ സാധനമാണ് വേൾഡ് ടൂർ. ഇന്റെ കുട്ടിക്ക് എന്താ പൊന്നാ പെറ്റി പൊട്ടിച്ചാനാണോ? അപ്പൊ ഇതാണ് ഐറ്റം, ഇതാണ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇച്ച്, ഇമ്മാക്ക്, ഷെബുവിന് നമുക്ക് മൊത്തത്തിൽ വേൾഡ് ടൂർ പോകാനുള്ള സാധനമല്ലേ അത്. ഞങ്ങൾ വേൾഡ് ടൂർ പോലെ പ്ലാനില്ല കേട്ടോ, അതിനുള്ള സാധനമാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വൈകിക്കുന്നില്ല, ഇത് പൊട്ടിച്ചിട്ട് കാണാം. ഇത് ആമസോണിൽ നിന്ന് വന്നതാട്ടോ. നമുക്ക് ആമസോണിൽ നിന്ന് വന്നാന്നല്ല, നമ്മൾ ബുക്ക് ചെയ്താണ്. നമുക്ക് ഓഫറിൽ കിട്ടിയാലമ്മ, പ്രതീക്ഷിക്കാത്തൊരു വിലക്ക് കിട്ടിയതാണ്, അങ്ങനെ വാങ്ങിയതാണ്. വല എന്താന്ന് പപ്പ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഷെബും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആകട്ടെ കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പെട്ടി പൊട്ടിച്ചാൻ വേണ്ടി പോവാണ്. റെഡി അല്ലേ? യെസ്. എന്നാ അൺബോക്സ് ദ ബോക്സ്. ബോക്സ് അൺബോക്സ് ചെയ്തോ. അല്ല ഞാൻ പൊട്ടിച്ചണോ? എന്നുവെച്ച് പൊട്ടിച്ചോ. ഇത് ഇവിടെ തന്നെയാണ് ഈ പ്രൊഡക്റ്റ്. അല്ല, ഇതാ ഇവിടെ തന്നെയാണ്. പെട്ടി കൂടുതലും അടിയിൽ ഉള്ളിലൊന്നല്ല. ഇതാണ് ഐറ്റം. അപ്പൊ ഇങ്ങനെ കണ്ടേക്ക് ഐറ്റം ആർക്കെങ്കിലും മനസ്സിലായിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യും, ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലേ? ഷെബിന് മനസ്സിലായോ? അമ്മക്ക് മനസ്സിലായോ? നിങ്ങളോട് പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്, അല്ലാതെ അറിയില്ല. എന്തായാലും കവറ് കളയണ്ട. എന്തായാലും നോക്കട്ടെ ഇനി ഇതെന്താ ഫിറ്റ്, ഒന്നും കളയണ്ട. ഇനി എന്താന്നുള്ളത് പില്ലോസ് ഉണ്ട് അല്ലേ? 2 പില്ലോസ് ഉണ്ട് ഇവിടെ. കൊണ്ട പൊന്ന അത് തരാം. പപ്പന്റെ പൊന്നൊന്ന് അടങ്ങി നിൽക്കും, സമാധാനപ്പെടും. ഇതെന്താന്നില്ല പപ്പാക്ക് മനസ്സിലായിട്ടില്ല. അപ്പോ ഇനി ഇതെന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഇതൊക്കെ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ വരൂ, ഇനി പറഞ്ഞുതരാം. ഇതാണ് കാർ ബെഡ്. ആയിട്ടില്ല, പാപ്പ സെറ്റ് ചെയ്യട്ടെ. നോക്കണം അപ്പൊ ഉദ്ഘാടനവും കഴിഞ്ഞു. വാ പാപ്പ സെറ്റ് ചെയ്യട്ടെ. അടിപൊളിയൊക്കെ ഇഞ്ഞുണ്ട്. പാപ്പ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് അല്ല അറിഞ്ഞ ഇനി കാണിച്ചു തരാം. പാപ്പ ഇങ്ങനെ വെക്കണല്ല. പാപ്പ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് പപ്പാന്റെ പൊന്ന് കടന്നു. ഓക്കെ, ഇതിങ്ങനെ തിരിച്ചിട്ടാണ്. കാണിച്ചു തരാം. ഇല്ലല്ല, കാണിച്ചു തരാം. അതിനായിട്ടില്ല. നമ്മള് ഫുള്ള് ഫിറ്റിങ് കഴിഞ്ഞാലുള്ളൂ നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും. കുട്ടിയെ ഇപ്പം നമുക്ക് ഒരു ഐഡിയ വന്നിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. ടൈറ്റ് ആക്കാനുണ്ട് അവിടെയൊക്കെ. ഇത് പിടിച്ച് ഇങ്ങനെ ടൈറ്റ് ആക്കാനുണ്ട് അവിടെ. നമ്മൾ ടൈറ്റ് ആക്കണം ആദ്യം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇനി സെൻറ്ററിൽ വെക്കണം. ഊരാണ് പെട്ടെന്ന് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തു. നമ്മളൊന്ന് ഉദ്ഘാടനം കഴിച്ചു നോക്കട്ടെ കേട്ടോ. തലക്കിണ കടത്തണ്ട, തലക്കിന് മാറ്റിക്കണം. നമുക്ക് തലക്കേണ്ട ആവശ്യമില്ല. ഓലെ എങ്ങനെയാണ്, കംഫർട്ട് ആണോ? ആണില്ലേ, കുഴപ്പമില്ല അല്ലേ? ഓലക്ക് അവിടെ കളിച്ചും ചെയ്യാ, ഇങ്ങോട്ട് വീയൂല അല്ലേ? അവിടെ നോക്കിമാ, ഷെബൂന്ന് കയറി സെറ്റ് ചെയ്യുക. നോക്ക, അവിടെ ഇരിക്ക. കാല് കയറ്റി വെച്ചിരുന്ന, കാല് കയറ്റി ശരിക്കിരുന്ന. അവിടെ പേരും കളിയിലാണേ. അങ്ങനെയല്ലടി, കാല് ശരിക്ക് കയറി ഇരിക്ക്. ഓന് ഇഷ്ടായോ? ഓ എന്താണ് കാട്ടണേ? അടിപൊളിയില്ലേ? ഷെബ് എനക്ക് കടന്നടി, എനക്ക് കടന്നിട്ട് എങ്ങനെ നോക്കാനാ? നിങ്ങളൊന്ന് കടന്ന ഷെബ് കടന്ന അത് മാറി കൊടുത്താ ഷെമ്മച്ചൊന്ന് കടന്നോട്ടെ. ഒന്ന് കടന്ന. അവിടെ ഇരുന്നോ ഒന്ന് കടന്നടി. നീട്ടി കടന്ന. ഡോർ അടച്ചാണ്. എന്നിട്ട് ഡോർ അടച്ചാണ്. അല്ല, കയറി കിടക്ക് ഫുള്ള് കയറി കിടക്ക്. ഒന്ന് ഫുള്ള് കയറി കിടന്ന. ഇപ്പോ ഓക്കെ ആണോ? എനിക്ക് ശരിക്കും കിടന്ന ഓക്കെ ആണോ? ഫ്രീയാ? സുഖമായിട്ട് കിടക്കാ? കാല് കൊള്ളു എന്റെ ഉണ്ടോ? ഓക്കെ, അങ്ങനെ ഇരുന്ന കാല്
അങ്ങനെ ഇരുന്നാ ആ യെസ് ഓക്കെ ആണല്ലേ. നമുക്കൊന്ന് വെറുതെ ഡ്രൈവ് നോക്കിയാലോ? ഡ്രൈവ് പോയി നോക്കാം കേട്ടോ. അപ്പൊ ഇതാക്കണ് ഞങ്ങളിപ്പോ ഒരു ഡ്രൈവ് ടെസ്റ്റ് അടിച്ചു കേട്ടോ. ഓൽക്കത് കംഫർട്ട് ആണോ എന്നില്ല നോക്കണല്ലോ. അപ്പോ ഡ്രൈവ് ചെയ്യല്ലേ? ഓക്കെ അല്ലേ? ശരിക്കും അനക്ക് കാലിട്ട് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് നോക്കി. ശരിക്കും കംഫർട്ടായി കടന്നിട്ടില്ലല്ലോ? കടന്നോ? വാണ് നേരി കാണുന്നില്ലല്ലോ. ആദ്യമോ അധികം മാത്രമായിട്ട് കടന്നു. ഞാനോ? ഇല്ല. ഇറങ്ങിയോ? മറ്റോ തലക്കിടുമ്പോ പണിയെടുക്കുകയാണ്. അപ്പൊ നമ്മള് രണ്ടാകും മുന്നിൽ നിന്നാണ്ട് ഒരു വീയൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് ബ്രേക്ക് ഓട്ടിയാലൊന്നും ഇല്ലല്ലേ? ഓർക്ക് സുഖമായിട്ട് ഞാൻ ദീവിന് ഉറക്കം വരുമ്പോ ഉറങ്ങാം. അത് എങ്ങനെ ഡിച്ചായോ കുഞ്ഞാ? എടി അപ്പൊ നമുക്ക് ലോങ് ഡ്രൈവ് പോകുമ്പോ ഇതൊന്നും ഇട്ട് പോയാലോ? എവിടെ പോകുമ്പോ? നമ്മള് പോണില്ലേ ലോങ് ഡ്രൈവ്? കൊല്ലത്തേക്ക് പോകുമ്പോ ഇതിട്ട് പോവാലേ? ആരുമില്ലല്ലോ. ഓനെ വിട്ടല്ലോ? കളിച്ചാൻ വിട്ടോ? ഓനെ കളിച്ചാൻ വിട്ടാ? ഓനവിടെ കളിക്കട്ടെ. വീയൊന്നും ഇല്ലല്ലോ ഫ്രണ്ട് കടി? ഒന്ന് വീക്കണ പേടിയില്ലല്ലോ. അപ്പൊ ഓനെ കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങിയാണ് ഇട്ടാ മതില്ലേ? ഇഷ്ടായ അതുവിന്? ഇഷ്ടായ? അപ്പതാ നമ്മള് തിരിച്ച് നമ്മളെ വീട്ടിൽ തന്നെ എത്തിട്ടോ. സംഭവം എങ്ങനെയുണ്ട് ഷിബു? സാധനം അടിപൊളിയല്ലേ? സംഭവം സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ വണ്ടിയിൽ ഇങ്ങനെ? അടിപൊളിയാണ്. ഇവിടെ സ്റ്റോറേജ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ ഇനി ഇത് മടക്കി വെക്കണ എങ്ങനെയാണ് ഷിബു? ടിഷ്യൂ ബോക്സ്. പിന്നെ ഇതിന് സ്റ്റോറേജ് ബോക്സ് ആക്കാം. അതെങ്ങനെയാന്നുള്ളത് ഞാൻ ഊരുമ്പോൾ ഊരിയിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഏതായാലും സാധനത്തിന്റെ എങ്ങനെയുണ്ട് യൂസ്? അടിപൊളിയല്ലേ? നമുക്ക് ലോങ് ട്രാവലിംഗ് ഒക്കെ പോകുമ്പോഴാണ് ഇതിന്റെ ഒന്നും കൂടി ബെനിഫിറ്റ് മനസ്സിലാവും അല്ലേ? എന്തായാലും നമുക്ക് ആ ബെനിഫിറ്റ് നോക്കാം. നമുക്ക് എന്തായാലും വെൽ ട്രിപ്പ് പോകണ്ടേ ഇത് വെച്ചിട്ട്? സുഖാട്ടോ. അധികമാണ് സെറ്റ് ആയതല്ലേ ഓന്? ഒരു പൊളിയായി. ഓൾക്ക് സുഖമായിട്ട് ഒരു റെസ്റ്റ് എടുത്ത്, അതായത് ആദ്യമേ കൂടുതൽ മടിയിൽ വെച്ചിട്ട് ടയർഡ് ആവില്ല. ഓലെ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഓല് ഉറങ്ങുമ്പോൾ സുഖമായിട്ട് ഉറങ്ങും, കളിച്ചുമ്പോൾ കളിച്ചോളൂ അല്ലേ? അപ്പോൾ ഞാൻ അതിന് മടക്കിയിട്ട് കാണിച്ചു തരാം ഇത് എങ്ങനെയാണെന്നുള്ളത്. ഇത് സ്റ്റോറേജ് ബോക്സ് ആണ്. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗായ്സ്, ഞാനും ജമ്മയും കുഴങ്ങി. ഞങ്ങൾ 18 അടവ് നോക്കിയിട്ട് സ്റ്റോറേജ് ബോക്സ് ആക്കാൻ പറ്റണില്ല. അല്ല അതങ്ങനെ ഇതിന്റെ ചുറ്റോറം കണ്ടോ? ഒരു സിബ് ഉണ്ട്. ഈ സിബ് ഇങ്ങനെ ലോക്ക് ചെയ്താണ് കണ്ടോ? ഇതമ്മ ലോക്ക് ചെയ്ത് റൗണ്ട് ചെയ്താണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് ബോക്സ് ആക്കാം. പക്ഷെ ഇതെന്താ അറിയോ, ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒതുങ്ങി കിട്ടണില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ട്രിക്ക് മനസ്സിലായിട്ടില്ല എന്തൊന്നാണ്. അപ്പൊ സൽക്കാരം ഞങ്ങൾക്ക് സ്റ്റോറേജ് ബോക്സിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഇതേമാതിരി മടക്കി വെക്കും. നമുക്ക് സ്റ്റോറേജ് ബോക്സ് വേണ്ടല്ലേ അമ്മ? അപ്പോൾ നമ്മളെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ആമസോണിൽ ഉണ്ട് ഈ പ്രൊഡക്റ്റ്. കാർബെഡ് എന്ന് പറഞ്ഞാൽ തന്നെ സംഭവം വീർപ്പിക്കണമൊക്കെ ഉണ്ട്. നമ്മൾ കാറ്റ് നിറച്ചിട്ട് വീർപ്പിക്കണത് വാങ്ങാൻ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഒറ്റ കുത്താക്കരം കാറ്റിന് പോകും. ഇതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, സേഫാണ്, നമുക്ക് ഉപയോഗമുണ്ട്. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഓഫർ പ്രൈസ് പറഞ്ഞാൽ നല്ല ഓഫർ പ്രൈസിൽ കിട്ടിയതാണ്. അതെങ്ങനെ വെച്ചാൽ നമ്മൾ ആമസോണിൽ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബോണസും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയാണ് ഓഫറിൽ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്താണ്. അപ്പോൾ ഓക്കെ, ബൈ.